നമസ്കാരം. 1.5 വർഷത്തിലേറെ ഹമാസ് ബന്ദിയായിരുന്ന ഇസ്രയേലി യുവാവ് ഒമർ ഷെം ടോവ് മോചന സമയത്ത് ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ മുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് ഒമർ തന്നെ ബന്ദികളാക്കിയവരോട് അങ്ങനെ പെരുമാറിയത് എന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. എന്നാൽ ഇത് ഹമാസിന്റെ പ്രചരണ തന്ത്രമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഹമാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായതെന്നാണ് ഒമറിന്റെ അച്ഛൻ വെളിപ്പെടുത്തുന്നത്. പുഞ്ചിരിക്കാനും കൈവീശാനും അവർ പറഞ്ഞതുപോലെ ഒമർ ചെയ്തു. നെറുകയിൽ ഉമ്മ വെച്ചതും അവിടെ ഉണ്ടായിരുന്ന ഹമാസിന്റെ ആൾ ആവശ്യപ്പെട്ടത് അനുസരിച്ചായിരുന്നു. ഹമാസിന്റെ ബന്ദിയായിരിക്കെ മാനസികമായും ശാരീരികമായും ഒമർ അനുഭവിച്ച പീഡനങ്ങളും പിതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊടിയ പീഡനങ്ങളായിരുന്നു യുവാവിന് അനുഭവിക്കേണ്ടി വന്നത്. നോവ മ്യൂസിക് ഫെസ്റ്റിൽ നിന്ന് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ പിടിയിലായ യുവാവ് ആദ്യത്തെ 50 ദിവസം മറ്റൊരാൾക്കൊപ്പമാണ് തടവിലാക്കപ്പെട്ടത്. ആ വർഷത്തെ താൽക്കാലിക കരാർ പ്രകാരം ഒപ്പമുണ്ടായിരുന്നയാൾ മോചിപ്പിക്കപ്പെടുകയും ഒമറിനെ ഹമാസിന്റെ തുരങ്കത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീടുള്ള മാസങ്ങളോളം ഒമർ സൂര്യപ്രകാശം എത്താത്ത തുരങ്കത്തിനകത്ത് ഏകാന്ത തടവിലായിരുന്നു. ഈ ദിവസങ്ങളിൽ ബന്ദി മോചനത്തിനായി തന്റെ ഉറ്റവർ അടക്കം നടത്തിവന്ന പോരാട്ടത്തിന്റെ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം കണ്ടതാണ് ഒമറിന് പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവ്. എങ്കിലും എല്ലാത്തിനെയും പ്രത്യാശയോടെ കാണുന്ന, എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന പഴയ ഒമറിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. 16 മാസത്തെ ബന്ധനത്തിനിടെ 15 കിലോ ഭാരം കുറഞ്ഞെന്നൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ബന്ദികളാക്കപ്പെട്ട കാലയളവിലേറ്റ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ മോചിതരായവരിൽ ഉണ്ടാവുമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇരുട്ടറകളിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിലും പട്ടിണിയിലും ഇവർ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചതായി കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. മോചനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകി ശരീരഭാരം കൂട്ടുകയും ക്യാമറയ്ക്കും ജനക്കൂട്ടത്തിനു മുന്നിൽ ഏതുവിധം പെരുമാറണമെന്ന് നിർദ്ദേശം നൽകിയുമാണ് ഹമാസ് ബന്ദി മോചനത്തിന്റെ ദൃശ്യങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്നും ഇസ്രയേലും ബന്ദികളുടെ കുടുംബാംഗങ്ങളും ആരോപിക്കുന്നുണ്ട്. അതേസമയം യുവാവ് ചുംബിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസിനോടുള്ള നന്ദി പ്രകാശനമായും മോചന സമയത്തെ ആഹ്ലാദമായും ഈ ദൃശ്യത്തിന് സാമൂഹിക മാധ്യമങ്ങളിൽ ഹമാസ് അനുകൂലികൾ പ്രചരിക്കുന്നുണ്ട്. 505 ദിവസം ഹമാസിന്റെ തടവിലിരുന്ന ശേഷം മോചിതനാകുമ്പോൾ 22-കാരനായ ഒമർ ഷെം ടോവ് നിറഞ്ഞു പുഞ്ചിരിക്കുകയായിരുന്നു. മോചനത്തിന്റെ ഓരോ ഘട്ടത്തിലും നിസ്സഹായതയിൽ നിന്നും പ്രത്യാശയിലേക്ക് കടന്നെന്ന് തോന്നിക്കുന്ന ആ ചിരി ഒമറിന്റെ മുഖത്തുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിനു നേരെ തുടർച്ചയായി കൈ വീശിക്കൊണ്ടിരുന്ന ആ യുവാവ് ഹമാസ് ഒരുക്കിയ വേദിയിലെ പരേഡിനിടെ ഒപ്പം നിന്ന ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ മുത്തുകയായിരുന്നു.